ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് ഉണ്ടാക്കുവാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് പ്രോൺസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വറുക്കാനായിട്ടൊന്ന് അരച്ച് വരട്ടി വെക്കുവാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും കുറച്ച് കോൺഫ്ലവറും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പം ഇന്ന് തക്കാളിക്ക തേങ്ങ അരച്ച കറിയാണ് ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത്. തക്കാളിക്കയിലേക്ക് പിന്നെ കുറച്ച് സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഞാൻ ഒരു 2-3 വിസിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരപ്പ് റെഡിയാക്കുകയാണ്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരല്പം ജീരകവും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ല മഷി പോലെ അരച്ചെടുക്കണേ. ഇവിടെയാണ് ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് എന്തെങ്കിലും ഒരു കറി വേണം. തേങ്ങ അരച്ച കറിയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. ഇത് മീനുണ്ടെങ്കിലും ഇറച്ചി ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു പച്ചക്കറി അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഇന്നാണെങ്കിൽ ബീറ്റ്റൂട്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. തവയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ബീറ്റ്റൂട്ടും പിന്നെ തേങ്ങയും പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇതിനെ പൊത്തി വെച്ചിട്ട് ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇതിനെ വേവിച്ചെടുക്കണേ. അപ്പം ഒട്ടും കുഴയാതെ തോരൻ കിട്ടുവേ. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ തക്കാളിക്ക ഉണ്ടല്ലോ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എത്രത്തോളം തിക്നെസ് ഈ കറിക്ക് വേണോ അത്രത്തോളം നമുക്ക് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റിൽ കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണേ ഇതിന്. അപ്പോൾ അതൊരു ടേസ്റ്റാണ്. പിന്നെ കടുക് താളിച്ച് ഒഴിക്കുക എന്നുള്ളതാണ്. വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് ലാസ്റ്റ് കുറച്ച് കശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിക്ക തേങ്ങ അരച്ച കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീറ്റ്റൂട്ട് തോരൻ വെക്കാൻ വെച്ചതും അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റിലാണ് ഞാൻ എപ്പോഴും ചോറ് വെക്കാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കുക്കറിലാണ് എല്ലാ ദിവസവും ചോറ് വെക്കുന്നത്. അപ്പോൾ ചോറ് ഇവിടെ ബാക്കി മിക്കവാറും വരാറില്ല. ഞാൻ എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ട് ചോറ് വെക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ പ്രോൺസ് അരച്ച് വരട്ടി വെച്ചതും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പ്രോൺസ് ഇവിടെ കൂട്ടുന്ന ഒരേ ഒരാൾ എൻ്റെ മകനാണ്. ബാക്കി ഇവിടെ ആർക്കും അധികം പ്രോൺസ് ഒന്നും ഇഷ്ടമില്ല. പിന്നെ നമ്മുടെ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ പണിയാണല്ലോ ഈ ഒരു പാചകമൊക്കെ കഴിഞ്ഞുള്ള ക്ലീനിങ് എന്ന് പറഞ്ഞ്. അത് ഞാൻ കൈയോടെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. ഇന്ന് ബീറ്റ്റൂട്ട് തോരനും പ്രോൺസ് ഫ്രൈയും തക്കാളിക്ക തേങ്ങ അരച്ച കറിയായിരുന്നേ.